ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ ഉണ്ടാക്കാൻ പോകുന്ന വാലന്റൈൻസ് ഡേക്ക് സ്റ്റേക്ക്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഓർത്ത് പുറത്തുനിന്ന് പോകാമെന്നാണ് ഓർത്തത്. പക്ഷേ ഇവിടെ സ്നോ ഒക്കെ പെയ്യാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ പ്ലാൻ മാറ്റി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റേക്കാണ്. അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. എന്നാ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അപ്പൊ ഇതിന് എന്നാക്കിയാ വേണ്ടത്? സ്റ്റേക്ക് പൊടി വേണം. അത് നമുക്ക് ഇവിടെ കോസ്കോ എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. സ്റ്റേക്ക് പൗഡർ അങ്ങനെ തന്നെ കിട്ടും. പിന്നെ നമുക്ക് കുരുമുളക് പൊടി അല്ലേ? കുരുമുളക് പൊടി വേണം കുറച്ച്. പിന്നെ ഗാർലിക്ക്. പിന്നെ വേണ്ടത് കുറച്ച് ബട്ടർ വേണം. ഓയിലും വേണം അല്ലേ? ഓയിൽ വേണം. റോസ്മേരിയുടെ ഇല നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഇവിടെ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എളുപ്പമാണ്. നമുക്ക് റോസ്മേരി ഇവിടെ തന്നെ ഉണ്ട്. പിടിച്ചു വെക്കും. അപ്പൊ ഇത്ര സാധനം മാത്രം മതി നമ്മുടെ സ്റ്റേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഉണ്ടാക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം എന്നാ ചെയ്യാൻ പോകുന്നത്? ഇത് മാരിനേറ്റ് ചെയ്യണം അല്ലേ? അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ മാരിനേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. എന്തൊക്കെ ഇടാൻ പോകുന്നത് അതിനകത്ത്? നമുക്ക് സ്റ്റേക്ക് പൊടി ഇട്ടണം കുറച്ച്. ഉപ്പുള്ളതാണ്. ഇതിനകത്ത് തന്നെ ഉപ്പുണ്ട് അല്ലേ? ഉപ്പ് ഇട്ടിട്ട് ഇത് ഓൾറെഡി ഉപ്പ് ഇതിനകത്ത് ചേർന്നു. അതങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഒത്തിരി ഇടണ്ട. സ്റ്റേക്ക് ഒക്കെ നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിന്റെ ഇച്ചിരി കുരുമുളക് പൊടി ഇടണം. ഓക്കെ. കുരുമുളക് പൊടി ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അല്ലേ? ടേസ്റ്റ് അനുസരിച്ച് ഇടാം. പിന്നെ ആ സ്റ്റേക്ക് പൊടിക്കകത്ത് കുറച്ച് കുരുമുളക് പൊടി ഉണ്ട് അല്ലേ? ഒന്ന് തിരുമ്മി കൊടുക്കുക. റബ്ബ് ചെയ്യുക. പിന്നെ മറ്റേ സൈഡിലും ഇതുപോലെ തന്നെ ചെയ്യണം അല്ലേ? രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. രണ്ട് സൈഡിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റേക്ക് പൊടി ഇടുക. പിന്നെ നമ്മൾ അതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇടണം. നേരത്തെ പറഞ്ഞ പോലെ ഉപ്പ് പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ആ പൊടിക്കകത്ത് ഇതെല്ലാം ഉണ്ട്. ഇതൊരു ശകലം ഇങ്ങനെ വെച്ചിട്ട് ഇത് എടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് കൂടെ. ഓക്കെ. ഇച്ചിരി ഇട്ട്. ഇപ്പം നമ്മൾ ഓൾറെഡി അതെല്ലാം മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഇനി കുറച്ച് ബട്ടറും പിന്നെ ഓയിലും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഒഴിക്കുന്നത്. ഇതിനകത്തോട്ട് ഇച്ചിരി ഓയിൽ ഒഴിക്കണം ആദ്യം അല്ലേ? ഓക്കെ. മതി. അതിൻ്റെ കൂട്ടത്തിൽ ബട്ടറും കൂടെ നമ്മളിടും. രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഇടുന്നത് കേട്ടോ. ഓക്കെ. അതാട്ടെ. ഈ വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്യണം അല്ലേ? ജസ്റ്റ് ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ ചെയ്യുക. അത്ര മതി. ഇതിൻ്റെ തൊലിയോടുകൂടി ചെയ്യുമ്പോഴാണ് കേട്ടോ അതിനൊരു ടേസ്റ്റ് കൂടുതലായിട്ടുള്ളത്. എല്ലാം ഇടിച്ച് താഴെ വീഴുകയാണ്. ഓക്കെ, ഇത്ര മതി. ഇത് കേട്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. അതിൻ്റെ തൊണ്ടോടുകൂടി നമ്മൾ ഇതിനകത്തോട്ട് ഇടാൻ പോവാണ്. ഓക്കെ, നമ്മൾ ചതച്ച ഇതങ്ങോട്ട് ഇടുവാണ്. നമ്മുടെ ബട്ടറും ഓയിലൊക്കെ ഉരുകിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഇതൊക്കെ ഇട്ടു. നമ്മുടെ ഗാർലിക് ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ആ റോസ്മേരിയും കൊണ്ട് ഇടാം. ഓക്കെ, റോസ്മേരി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റേക്ക് അതിനകത്തോട്ട് വെച്ച് നോക്കും. ഇതുണ്ടോ, 2 റോസ്മേരിയുടെ തണ്ടോട് അതിന് മുകളിലോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റ് മതി ഒരു സൈഡ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് മറിച്ചിടാം. മറിച്ചിട്ടാക്കാം. ഓക്കെ, അത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റോടെ നമ്മൾ ഈ സൈഡോടെ ഒന്ന് വേവിച്ചെടുക്കണം. അത്ര മതി കേട്ടോ. അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെ ഇതുപോലെ അല്ലേ, മീഡിയം വെല്ല് അല്ലെങ്കിൽ മീഡിയം റയർ, അത് ഓരോരുത്തർക്ക് ചിലർക്ക് ഒത്തിരി വേവുന്ന ഇഷ്ടമല്ല, ചിലർക്ക് നന്നായിട്ട് വേവുന്നതായിരിക്കും ഇഷ്ടം. അതനുസരിച്ച് ചെയ്താൽ മതി അല്ലേ? നമുക്ക് ഒരു മീഡിയം വെല്ലായിട്ട് ചെയ്യാനാണ് ഇഷ്ടം. ഒത്തിരി അങ്ങ് ആയിക്കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെയാവും. അതുകൊണ്ട് ഒരുവിധം ഒരു ഇച്ചിരി ജ്യൂസി ആയിട്ട് എടുക്കാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. സ്പൂൺ എടുത്തിട്ട് ആയോ? ഓൾമോസ്റ്റ് ആയി. 5 മിനിറ്റ്സ് എണ്ണ ഇച്ചിരി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അതിന് മുകളിലോട്ട് ഒഴിക്കണം അല്ലേ? ഓക്കെ.
അപ്പോൾ 2 സൈഡിലും ഓരോ സൈഡിലും 5 മിനിറ്റ് വീതം അത്രയും മതി കേട്ടോ. അത് തന്നെയല്ല, ഇത് നമ്മൾ പുറത്തെടുത്തിട്ട് കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യണം, എന്നാലേ ഉള്ളൂ അതിൻ്റെ ആ നല്ലൊരു കൺസിസ്റ്റൻസി നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അടുപ്പിൽ നിന്ന് എടുത്ത ഉടനെ നമ്മൾ കഴിക്കരുത്. ഇതിനകത്ത് ഒത്തിരി ഓയിലൊക്കെ കിടപ്പുണ്ട്, പക്ഷെ നമ്മൾ ഇത് ഓയിലിൽ നിന്ന് പുറത്ത് എടുക്കണം, എന്നിട്ട് ഇതിനകത്തോട്ട് വെക്കാം. ഓക്കെ, ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റേക്ക് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ സൈഡിന് നമ്മൾ അസ്പരാഗസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം. വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. നമ്മൾ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒരു കുറച്ച് ബട്ടറാണ് ഇടുന്നത്. ബട്ടറോ അല്ലെങ്കിൽ നമുക്ക് ഓയിലോ ഉപയോഗിക്കാം. ഞാനിപ്പം ബട്ടറാണ് ഇടുന്നത്. കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് ഉരുകട്ടെ കേട്ടോ. ഇപ്പം ബട്ടർ നല്ലതായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇടുവാണ്. ഇതൊന്ന് മൂക്കട്ടെ കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അസ്പരാഗസ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ബേക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് പാനിനകത്ത് വെച്ചും ഉണ്ടാക്കാം കേട്ടോ. ഒരു ഇച്ചിരി ഉപ്പോടെ ഇട്ട് കൊടുക്കാം. ബട്ടർ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് അധികം ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്രഷ്ഡ് റെഡ് പെപ്പർ ഉണ്ടല്ലോ, നമ്മുടെ മുളക് പൊടി ചതച്ചത്, അതുകൂടെ ഇട്ടോ. ചെറിയൊരു എരിവ് കിട്ടാനായിട്ട്. അപ്പം ഇച്ചിരി കുറച്ച് മതി, ജസ്റ്റ് ഒരു കുറച്ച് ഇത്ര മതി കേട്ടോ. അപ്പം അതുകൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ആ ഗ്രീൻ കളറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണേ, അത് ഒത്തിരി അങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അതുകൊണ്ടോ വളരെ എളുപ്പമല്ലേ ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട്. അപ്പം നമ്മുടെ ഡിന്നറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ സ്റ്റേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ മാഷ് പൊട്ടറ്റോ ഉണ്ട്, പിന്നെ അസ്പരാഗസും ഉണ്ട്. ഇത്ര മതി. അപ്പം ഇന്ന് നമ്മൾ കഴിക്കാൻ പോവാം അല്ലേ? ഇതൊന്ന് 5 മിനിറ്റ് ആയി അല്ലേ ഇത് റെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്? 5 മിനിറ്റ് ആയി. ഓക്കെ, ഇനി നമ്മൾ ഇതൊന്ന് മുറിച്ച് കാണിക്കാം കേട്ടോ. എങ്ങനെ ഇതിൻ്റെ അകമൊന്ന് നമുക്കൊന്ന് കാണണമല്ലോ. അപ്പം മുറിക്കാം, നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. മുറിച്ച് നോക്കാം. ഇതല്ലേ ഇങ്ങനെ വെച്ചിട്ട് കുഴപ്പമില്ല. ഇത് കുറച്ച് വെൽ ഡൺ ആണ്. ഓക്കെ, നമ്മുടെ സ്റ്റേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാം. ഇച്ചിരി മാഷ് പൊട്ടറ്റോ എടുക്കാം. ഇച്ചിരി അസ്പരാഗസ്. ഓക്കെ, ഡിന്നർ റെഡി. ഡിന്നർ റെഡി. വാലന്റൈൻസ് ഡേ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. കഴിക്കാൻ പോവാ കേട്ടോ. എങ്ങനെയുണ്ട്? റെസ്റ്റോറൻറ്റ് ടൈപ്പാണോ അല്ലാണോ? ഓക്കെ, എന്നാ ഞങ്ങളിത് കഴിക്കട്ടെ കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഓക്കെ, എന്നാ ബൈ. ബൈ.